ഹായ് ഫ്രണ്ട്സ്, എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു സ്ലീവ് ഡിസൈൻ ആണ് കേട്ടോ. സ്ലീവ് ഡിസൈൻ്റെ ഹാങ്ങിങ് ആണ് കാണിക്കുന്നത്. നമ്മുടെ ചാനൽ കറക്റ്റായിട്ട് കാണുന്നവർക്കറിയാം, നമ്മൾ ഈ സ്ലീവ് ഡിസൈൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സ്ലീവ് ഡിസൈൻ ഞാൻ കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ഞാൻ ബോട്ടും ഷോളും വെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഹാങ്ങിങ് ആയിട്ട് ഞാനിതുപോലെ കൊടുക്കുവാണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഹാങ്ങിങ് കൊടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ പല വീഡിയോസിലും ഹാങ്ങിങ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇതിൽ ചെയ്യുന്നത് ഹാങ്ങിങ്ങിനായിട്ട് ചെയ്യുന്നത് ഈ ഒരു ടൈപ്പ് പർപ്പിൾ കളർ ഹാങ്ങിങ് ബീഡാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഒത്തിരി ലെങ്തി ആയിട്ടൊന്നും അല്ല കേട്ടോ കൊടുക്കുന്നത്. ഒരു കട്ട് ബീഡ് വെച്ചിട്ടും ഒരു ഹാങ്ങിങ് ബീഡ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സ്ലീവ് ഡിസൈനിൽ ചെയ്തിരിക്കുന്നത് ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സും ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡും നമ്മൾ മെറ്റീരിയലിൻ്റെ സെയിം കളറായിട്ടുള്ള കട്ട് ബീഡ് സ്പ്രെഡിങ്ങുമായിട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഈ ഒരു കട്ട് ബീഡ് എടുത്തിട്ടുണ്ട് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ രണ്ട് ബീഡ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ വർക്ക് ചെയ്യാനായിട്ട് നോർമൽ നീഡിലാണ് എടുത്തിരിക്കുന്നത്. നീഡിൽ നമ്പർ 12 ആണ്. നോർമൽ സെയിം ത്രെഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ഞാനിവിടെ നീഡിൽ ഇവിടെ നിന്ന് താഴേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ ഞാനൊരു ലോക്ക് കൂടെ കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. 2 പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി ലെങ്തി ആയിട്ടല്ല ഞാൻ ഈ ഹാങ്ങിങ് കൊടുക്കുന്നത്, സിമ്പിളായിട്ടാണ്. ഇതുപോലെ മേളിലായിട്ട് ഒരു കട്ട് ബീഡ് കൊടുക്കുന്നുണ്ട്, പിന്നെ നമുക്ക് ഹാങ് ചെയ്യാനുള്ളൊരു ബീഡ് കൊടുക്കുന്നുണ്ട്, താഴത്തായിട്ട് ഒരു ബീഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ കട്ട് ബീഡ്. ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഈ താഴത്ത് കൊടുത്തിരിക്കുന്ന കട്ട് ബീഡൊന്ന് ബേക്കിലോട്ട് മാറ്റിയിട്ട് പിന്നെ നമുക്ക് നീഡിൽ ഇതിലേക്ക് ഇതുപോലെ എടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ളൊരു ഹാങ്ങിങ് ആണ് കേട്ടോ കൊടുക്കുന്നത്. ഇതുപോലത്തെ ഒരു ചെറിയൊരു ഹാങ്ങിങ് ആണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ലോക്ക് ചെയ്തിട്ട് ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് നെക്സ്റ്റ് നമുക്ക് നീഡിലെടുക്കാം കേട്ടോ. സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഹാങ്ങിങ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫ്രെയിമൊന്നും വെച്ചിട്ടില്ല, ഡയറക്റ്റ് നമ്മൾ ചെയ്തെടുക്കുവാണ് ചെയ്യുന്നത്. ഒരു 1/2 ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം വീണ്ടും ഇവിടെ നിന്ന് നമുക്ക് നീഡിലെടുക്കാവേ. നമ്മൾ ഫസ്റ്റ് ചെയ്തത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കേട്ടോ. നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ള കട്ട് ബീഡൊന്ന് ബാക്കിലോട്ട് മാറ്റിയതിന് ശേഷം നീഡിൽ ഈ ഒരു ബീഡിനുള്ളിലോട്ട് കയറ്റിയെടുക്കുവാണ് ചെയ്യുന്നത്. ഒത്തിരി അങ്ങ് ടൈറ്റ് ആക്കണ്ട കേട്ടോ. ഒത്തിരി ടൈറ്റാക്കി നമുക്ക് ഹാങ് ചെയ്യുന്നതിനൊരു ഭംഗി കിട്ടത്തില്ല. ചെറിയൊരു ലൂസ് കൊടുത്തിട്ട് വേണം ലോക്ക് കൊടുത്തെടുക്കാനേ. ഇതുപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു ഗ്യാപ്പിന് ഫുള്ള് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ ഫുള്ള് ചെയ്യേണ്ടത്. ഒരു 1/2 ഇഞ്ചിൻ്റെയോ 1/4 ഇഞ്ചിൻ്റെയോ ഗ്യാപ്പ് കൊടുത്ത് ചെയ്യാം. അല്ല നിങ്ങൾക്ക് ഒത്തിരി നല്ല അടുപ്പിച്ചാണ് വേണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് നോക്കാവേ. ഓക്കെ, അപ്പോൾ ഈ സ്ലീവ് ഫുള്ള് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ സ്ലീവും അത്യാവശ്യം ഹെവിയാണ്. നമ്മൾ അതിൻ്റെ താഴത്ത് ഹാങ്ങിങ് കൂടെ കൊടുത്തപ്പം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ സ്ലീവ് റൗണ്ട് ഫുള്ള് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്, സിമ്പിളാണ്, വളരെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. Thank you.